അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. അതും ഈ റമദാൻ മാസം ഇങ്ങനെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ഫറോക്ക് സ്വദേശിയായ റഹീമിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടം. നമ്മളൊക്കെ ഒരുപാട് പരിശ്രമിച്ച് ഒരുപാട് പാവപ്പെട്ടവരുടെ 5ഉം 10ഉം രൂപ ശേഖരിച്ച് കോടികൾ സ്വരൂപിച്ച് കൊടുത്തിട്ടും റഹീമിൻ്റെ മോചനം നടന്നില്ല. ആ ഉമ്മയുടെ കണ്ണീരാണ് ഞങ്ങളൊക്കെ കണ്ടത്. ഞാനും റഹീമിന് വേണ്ടി ആ ഒരു സമയത്ത്, കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് ഞാനും മകനും കൂടി പിരിവിന് പോയിരുന്നു. ആ ഒരു സമയത്ത് തന്നെ റഹീമിന് വേണ്ടിയുള്ള മോചന ഫണ്ട് പൂർത്തിയായിരുന്നു. ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങളൊക്കെ. റഹീം അത്രയും പെട്ടെന്ന് നാട്ടിലെത്തുമെന്നുള്ള ഒരു സന്തോഷം. റഹീമിൻ്റെ കണ്ണീരല്ല ഞങ്ങൾ കണ്ടത്, ആ ഉമ്മയുടെ കണ്ണീരാണ്. ഒരു മകന് വേണ്ടി കാലങ്ങളോളം നോമ്പും നോറ്റ് കാത്തിരിക്കുകയാണ് ആ ഉമ്മ. എത്രമാത്രം വേദനജനകമായ നിമിഷങ്ങളായിരുന്നു അന്ന് കടന്നുപോയത്. പക്ഷെ ഇന്നും അതിനൊരു പ്രതിവിധി ഉണ്ടായില്ല. പണവുമില്ല, റഹീമും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പണം എവിടെ പോയി, റഹീം എവിടെ പോയി? റഹീമിൻ്റെ അതേ അവസ്ഥയായിരുന്നു ഈ ഒരു ഇന്ത്യക്കാരിയായ ഷഹസാദി എന്ന 33 വയസ്സുകാരി. റഹീമിൻ്റെ അതേ ശിക്ഷ തന്നെയായിരുന്നു ഈ ഒരു പെൺകുട്ടിക്കും കിട്ടിയത്. റഹീമിൻ്റെ കേസ് കയ്യബദ്ധത്തിലുണ്ടായ ഒരു കുട്ടിയുടെ മരണമാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടേതും അതുപോലെ തന്നെയാണ്. ഒരു കുട്ടി മരണപ്പെട്ട കാരണത്താലാണ് ഈ പെൺകുട്ടിയും വധശിക്ഷ അനുഭവിക്കുന്നത്. ഇതിൽ തെറ്റുപറ്റിയിരിക്കുന്നത് കോടതിക്കാണ്. ഇവർ രണ്ടുപേരും നിരപരാധിയായിരുന്നു എന്നാണ് സത്യം. ചെയ്യാത്ത കുറ്റത്തിന് വധശിക്ഷ അനുഭവിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി. ഇതിനെക്കുറിച്ച് കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ മോചനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മുന്നേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ഷഹസാദി എങ്ങനെയാണ് ഈ കേസിൽ കുടുങ്ങിയതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ആരായിരുന്നു ഷഹസാദി? എങ്ങനെയായിരുന്നു ഇതിൽ കുടുങ്ങിയത്? ഒരു പാവം പെൺകുട്ടിയായിരുന്നു. വളരെ ദാരിദ്ര്യമായിരുന്നു അവരുടെ ജീവിതം. 4 മാസം പ്രായമുള്ള കുട്ടിയെ കൊന്നു എന്ന ആരോപണത്താലാണ് ഈ ഒരു പെൺകുട്ടിക്ക് വധശിക്ഷ നടപ്പിലാക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഷഹസാദിക്ക് 33 വയസ്സാണ്. വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത് ഫെബ്രുവരി 15-നാണ്. ഷഹസാദിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ പിതാവ് ഒരുപാട് ശ്രമിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പിതാവ് ഷബീർ ഖാൻ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. തുടർന്ന് ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് ഫെബ്രുവരി 15-ന് UAE സർക്കാർ വധശിക്ഷ നടപ്പിലാക്കിയത് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു. 2021 ഡിസംബർ 19-നാണ് ഷഹസാദി വിസിറ്റ് വിസയിൽ അബുദാബിയിൽ എത്തുന്നത്. ഇതിനുശേഷം കെയർ ടേക്കർ വിസയിൽ നിൽക്കുകയായിരുന്നു. ഷഹസാദിക്ക് 4 മാസം പ്രായമുള്ള കുട്ടിയെ നോക്കലായിരുന്നു ജോലി. എന്നാൽ ആ കുട്ടി മരണപ്പെട്ടു പോവുകയാണ്. അതേ തുടർന്നാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാകുന്നത്. കുട്ടിയുടെ മരണത്തെ തുടർന്ന് ഷഹസാദിയെ പ്രതിയാക്കി അബുദാബി പോലീസ് കേസെടുക്കുകയായിരുന്നു ഉണ്ടായത്. 2023 ജൂലൈ 31-നാണ് കോടതി വധശിക്ഷ വിധിച്ചത്. 2024 ഫെബ്രുവരി 28-ന് അപ്പീൽ കോടതിയും ശിക്ഷ വിധിച്ചു. ഇതിനുശേഷം അൽവദബ ജയിലിലായിരുന്നു ഇവരെ അടച്ചത്. ഫെബ്രുവരി 14-ന് ഷഹസാദി തന്നെ ഫോണിൽ വിളിച്ചിരുന്നു എന്നും വധശിക്ഷ ഉടൻ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്നും പിതാവിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് പിതാവ് ബഷീർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിലപാട് തേടുകയായിരുന്നു. ഈ ഷഹസാദിക്ക് വേണ്ടി UAE പ്രത്യേക അഭിഭാഷകനെ നിയമിച്ചിരുന്നതായും മാർച്ച് 5-ന് UAE നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നൽകണമെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. യുവതിയുടെ മരണം ദൗർഭാഗ്യപരമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേസിലെ നടപടികൾ അവസാനിപ്പിച്ചു. ഈ പാവം ഷഹസാദി ഇതിൽ പെട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഷഹസാദിയുടെ മുഖത്ത് കുട്ടിക്കാലത്ത് പൊള്ളലേറ്റിരുന്നു. ഈ പൊള്ളിയതിൻ്റെ പാടിന് ചികിത്സയുണ്ടെന്ന് പറഞ്ഞാണ് മകളെ UAE കൊണ്ടുപോകുന്നത്.
എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത്. ഈ പിതാവിൻ്റെ പരാതിയിൽ ഷഹസാദിയെ UAE കൊണ്ടുപോയ ആ ഒരു യുവാവിനെതിരെ കേസെടുത്തിരുന്നു. ഈ കുട്ടിയുടെ മരണം ചികിത്സാ പിഴവാണെന്ന് ഷഹസാദി കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. ആ കുട്ടി അവിടെ ജോലിക്ക് നിന്നപ്പോഴാണ് ഈ കുട്ടിയുടെ മരണവും. അങ്ങനെയാണ് ഈ ഒരു കേസിൽ ഷഹസാദി കുടുങ്ങിപ്പോകുന്നത്. ഇതുപോലെ തന്നെയാണ് റഹീമും കുടുങ്ങിയത്. ഷഹസാദി എന്ന ഈ പാവപ്പെട്ട പെൺകുട്ടി ആ പെൺകുട്ടിയെ പറ്റിക്കുകയായിരുന്നു. പൊള്ളലേറ്റ മുഖത്തെ പാട് മാറ്റിത്തരാമെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ UAE കൊണ്ടുപോകുന്നത്. അവിടുന്ന് മറ്റൊരാൾക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കെയർടേക്കർ വിസയിൽ നിന്ന് 4 മാസം പ്രായമുള്ള കുട്ടിയെ നോക്കലായിരുന്നു ഇവരുടെ ജോലി. അവിടെ എത്തിയ ഉടനെ തന്നെ ആ കുട്ടി മരണപ്പെടുകയും ഉണ്ടായി. അതേ സംബന്ധിച്ചാണ് ഈ ഒരു പെൺകുട്ടിക്ക് വധശിക്ഷ നടപ്പിലാക്കിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റമദാൻ മാസമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ റഹീമിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അരികിൽ ആ റഹീമിനെ ഒന്ന് എത്തിക്കാൻ എല്ലാവരും പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. ആ സമയത്ത് തന്നെ നമുക്കറിയാം, ബോച്ചയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ഈ ഒരു റഹീമിന് വേണ്ടി. അർഹമുറാഹിമായ റബ്ബെ, നമ്മുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ആ ഉമ്മക്ക് എത്രയും പെട്ടെന്ന് ആ മകനെ കാണിച്ചു കൊടുക്കണേ റബ്ബെ. ചെറുപ്രായത്തിലെ ഉമ്മയുമായി വിട്ടു നിൽക്കുന്നതാണ് റബ്ബെ. എത്ര കാലമായി റബ്ബെ പ്രവാസ ലോകത്ത് ജയിലിൽ കഴിയുന്നത്. ആ ഉമ്മയുടെ കണ്ണുനീര് നീ കാണണേ റബ്ബെ. ശരിക്കും പറഞ്ഞാൽ ഈ റഹീമിൻ്റെ കേസിൽ എന്താ പറ്റിയതെന്ന് അറിയില്ല കേട്ടോ. റഹീമിൻ്റെ കൂടെയുണ്ടായ ഒരാളെ AP ഉസ്താദൊക്കെ കൂടിയാണ് ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്ന് അറിയുന്നു. പക്ഷെ ആ സമയത്തൊന്നും റഹീമിന് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ റഹീമിന് വേണ്ടിയും നമ്മുടെ ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ ആളുകളെ അറിയിച്ചിട്ട് ഇതിനൊരു നടപടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റഹീമും നാട്ടിലെത്തിയിട്ടുണ്ടാകും. ഇതിപ്പോൾ പൈസയൊക്കെ ആയപ്പോൾ ഇതിൻ്റെ കമ്മിറ്റിക്കാർ ഇതാർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഞങ്ങൾ തന്നെ റഹീമിനെ ഇറക്കും എന്നുള്ളൊരു വാശിക്ക് നിൽക്കുക. എന്താ കാരണമെന്നറിയില്ല. ഇതാർക്കും വിട്ടുകൊടുക്കുന്നില്ല. പിടിപാടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഉണ്ട്. പക്ഷെ ആർക്കും ഈ ഒരു കേസ് വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ AP ഉസ്താദൊക്കെ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പ്രതിവിധി എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും കാരണം പണം തന്നെയാണ്. പണം തന്നെയാണ് മനുഷ്യരെ മാറ്റിമറിക്കുന്നത്. നമുക്കെല്ലാം നേടിത്തരുന്നതും നമ്മളെ ഒന്നുമല്ലാത്തവനാക്കുന്നതും പണം തന്നെയാണ്. പണം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പറ്റും. ചിലർ പറയും പണത്തിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. പണത്തിനെ കൊണ്ടേ കാര്യമുള്ളൂ. പണത്തിനെ കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. ദുനിയാവും ആഖിറവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതറിയോ? പണമുണ്ടെങ്കിൽ ദുനിയാവിലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, ആഖിറത്തിലും നന്നായി ജീവിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് അറിയൂ. ദുനിയാവിൽ എന്തെന്നായാലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ആഖിറത്തിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ പണം കൊണ്ട് ജീവിക്കാൻ പറ്റുക? അതിനുള്ളൊരു വഴി നമ്മൾ ഇവിടെ ഉണ്ടാക്കണം. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലാണ് അത് കിടക്കുന്നത്. അതിനിടയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പണം കൊടുത്ത് നരകം ഒഴിവാക്കാൻ പറ്റും നമുക്ക്. ഈ ഒരു മാസം, ഈ ഒരു റമദാൻ മാസം അതിനു വേണ്ടിയുള്ള ഒരു മാസമാണ്. സക്കാത്ത് കൊടുക്കുക, പാവങ്ങളെ കണ്ടറിഞ്ഞ് സക്കാത്ത് കൊടുക്കുക. അതിപ്പോൾ പണമില്ലാത്തവന് അത് സാധിക്കില്ല. പണമുള്ളവന് ഏറ്റവും എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആ പണം ഉപയോഗിച്ച് തന്നെ നമുക്ക് ആഖിറം നന്നാക്കാൻ പറ്റും. അപ്പോൾ പണത്തിൻ്റെ മീത്തെ പരന്തും പറക്കില്ല എന്ന് പറയുന്നത് ശരിയായില്ലേ? പണത്തിനെ കൊണ്ട് ഒരു കാര്യമില്ല. പണം കൊണ്ട് എന്താ ഉപയോഗം? പണത്തിനെ കൊണ്ട് നമുക്ക് രണ്ടും നേടിയെടുക്കാൻ പറ്റും. പടച്ചറപ്പ് തന്ന പണം നമ്മൾ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നരകത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുക. പണം എടുത്തു വെച്ചത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അത് ഉപയോഗിക്കുമ്പോഴാണ് ഗുണം ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.